വടകര ജില്ലാ ആശുപത്രിയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഷാഫി പറമ്പിൽ എംപിയും കെ രമ എംഎൽഎയും വിട്ടുനിന്നതിനെ ചൊല്ലി വിവാദം. ചടങ്ങിന്റെ ഉദ്ഘാടകനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലുള്ള അതൃപ്തി വേദിയിൽ പരസ്യമാക്കി. ഔചിത്യം കാരണം കൂടുതൽ പറയുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സദസ്സിൽ ആളു കുറഞ്ഞതിലുള്ള അതൃപ്തിയും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചു. വടകരയിലെ ജില്ലാ ആശുപത്രിയുടെ രണ്ടാം ഘട്ട വികസന പദ്ധതിയുടെ ഉദ്ഘാടന വേദി. സ്ഥലം നാരായണ നഗർ. നിശ്ചയിച്ച സമയം രാവിലെ 11. എന്നാൽ സദസ്സിലെത്തിയത് ആരോഗ്യവകുപ്പിലെ ചുരുക്കം ചില ജീവനക്കാരും മറ്റു ചിലരും. സദസ്സിൽ ആളു കുറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല. ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്ന അതിഥികളും എത്താൻ വൈകി. 11:30 കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംസ്ഥാന മന്ത്രിമാരും എംഎൽഎമാരും വേദിക്ക് സമീപം. അപ്പോഴും സദസ്സിൽ ആളുകൾ കുറവ്. 11:35 മുഖ്യമന്ത്രി വേദിയിലേക്ക്. സ്വാഗത പ്രസംഗത്തിനും അധ്യക്ഷ പ്രഭാഷണത്തിനും ശേഷം മുഖ്യമന്ത്രി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പിന്നെ മൈക്കിന് മുന്നിലേക്ക്. നിർത്തിയിട്ട കസാരകളിൽ അങ്ങുമിങ്ങും ഇരുന്ന ആളുകളെ നോക്കി ചൂട് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നെന്ന ഒന്നാന്തരം ഒരു ട്രോൾ. സ്വാഗത സംഘം ഭാരവാഹികളെയും വെറുതെ വിട്ടില്ല. നിറഞ്ഞ സദസ്സിൽ പ്രസംഗിച്ച് ശീലമാക്കിയ മുഖ്യമന്ത്രിക്ക് ഇത് ഒരു പക്ഷേ അപൂർവമായിരിക്കാം. നല്ല ചൂടിൻ്റെ കാലമാണല്ലോ ഇത്. ഇതിൻ്റെ സംഘാടകർ വലിയ പന്തൽ തയ്യാറാക്കിയെങ്കിലും വല്ലാതെ തിങ്ങിയിരിക്കേണ്ട എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇടപെട്ടിരിക്കാൻ നിങ്ങൾക്ക് നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട്. അത് ഏതായാലും നന്നായി എന്നാണ് തോന്നുന്നത്. വേദിയിൽ പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കേണ്ട എംപിയും എംഎൽഎയും ഇല്ലാത്തത് കൊണ്ടാവാം സദസ്സിൽ മുൻനിരയിൽ ഇരുന്നിരുന്ന മുൻ എംഎൽഎ CK നാണുവിനെ വേദിയിലേക്ക് വിളിച്ചത്. നമ്മുടെ CK നാണു കൂടി ഇരിക്കുന്നുണ്ട് തോന്നല്ലേ? അദ്ദേഹം കൂടി ഇങ്ങോട്ട് വന്നിരിക്കണം, നേരെ വന്നിരിക്കണം. വരണം. ആശുപത്രിയുടെ മികവിനെക്കുറിച്ചും കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു. വടകരയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണിത്. വടകരയിൽ നിന്നുള്ള എംപിയും എംഎൽഎയും പരിപാടിയിൽ പങ്കെടുക്കാത്തതിനെതിരെ പരോക്ഷ വിമർശനവും. ഇതുമായി ബന്ധപ്പെട്ട് ചിലത് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഔചിത്യ ഭംഗി കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ ഒതുക്കുകയാണ്. കൂടുതൽ പറയാതെ മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു. ശുഷ്കമായ സദസ്സും എംപിയും എംഎൽഎയും വിട്ടുനിന്നതും മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു എന്ന് വ്യക്തം. റിപ്പോർട്ടർ, കോഴിക്കോട്.